എന്താ കഥ? എന്താ കഥ എന്നറിയോ? എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കുറേ അനുഭവങ്ങൾ അങ്ങോട്ട് മിസ്സായിപ്പോയി. അപ്ഡേറ്റ് ചെയ്തായിരുന്നേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടിയൊക്കെ വന്നേക്കാം. എന്തായാലും അടുത്ത അനുഭവം നല്ല പ്രിൻ്റ് എടുത്തൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമസ്കാരം ശ്രീകാന്ത് സാർ. ആരാണ് എന്നുള്ളത് അറിയില്ല. ഞാൻ ഗ്രൂപ്പിൽ അംഗമായിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിനു മുമ്പും എല്ലാ അനുഭവങ്ങളും വിടാതെ കേൾക്കാറുണ്ട്. ഇന്നത്തെ ദിവസം, അതായത് 14/3/26, എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. കാലത്ത് വളരെ വിഷമത്തിലായിരുന്നു. കാരണം പറയാം. മോള് ഓൺലൈനായിട്ട് MBA ആണ് ചെയ്യുന്നത്. ഇന്നലെ മുതൽ എക്സാം സ്റ്റാർട്ടായി. മോള് ലോഗിൻ ചെയ്ത് എക്സാം ചെയ്യാൻ നോക്കുമ്പോൾ ഫേസ് ഡിറ്റക്റ്റ് ആവുന്നില്ല. വേറെ സ്റ്റുഡൻ്റ് എന്നാണ് മെസ്സേജ് വരുന്നത്. പിന്നെ ടെർമിനേറ്റഡ് ഫ്രം എക്സാം എന്നും. ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവർ വിഷമിച്ച് കരയാൻ തുടങ്ങി. അവൾ ജോലി ചെയ്ത് ലോൺ എടുത്താണ് MBA ചെയ്യുന്നത്. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, സമയമുണ്ടല്ലോ, നാളെ എല്ലാം ശരിയാവും. രാവിലെ കണ്ണനോട് പറഞ്ഞു, കണ്ണാ, ഒരു തടസ്സവും ഇല്ലാതെ മോൾക്ക് എക്സാം ചെയ്യാൻ കൂടെ ഉണ്ടാവണേ. നിന്റെ കൂട്ടുകാരിയല്ലേ അവള്. മോളുടെ പേര് ഗോപിക എന്നാണ് കേട്ടോ. വിഷമിപ്പിക്കല്ലേ കണ്ണാ. രാവിലെ ഹെൽപ്പ് ലൈനിൽ വീണ്ടും കുറേ തവണ വിളിച്ചു. അവസാനം കിട്ടി. അവർ പറഞ്ഞു, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തോളൂ, ഇടയ്ക്കിടയ്ക്ക് ലോഗ് ഔട്ട് ആവും, എന്നാലും കണ്ടിന്യൂ ചെയ്യൂ, ഞങ്ങൾ കംപ്ലൈൻറ്റ് നോട്ട് ചെയ്തോളാം, റിസൾട്ടിന് പ്രശ്നമൊന്നും വരില്ല എന്ന്. മോൾ എക്സാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കണ്ണനോട് കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിലെ ഒരാൾ തിരുപ്പതിയിൽ പോയിരുന്നു. ദാ അവിടുത്തെ പ്രസാദം കാണിച്ചു എന്ന് പ്രസാദം എന്ന് പറഞ്ഞ് ലഡ്ഡു തന്നുട്ടോ. എനിക്ക് എന്ത് പറയേണ്ടതെന്നറിയില്ല. കണ്ണൻ കൂടെ തന്നെ ഉണ്ടെന്ന് കാണിച്ചു തന്നല്ലേ. പിന്നെ അലങ്കാരം എന്താണെന്ന് ശരിക്കും അറിയാത്ത ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ശ്രീകാന്ത് സാർ സമ്മാനമുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് കരയണോ സന്തോഷിക്കണോ എന്നൊന്നും അറിയില്ല. കൃഷ്ണൻ തന്നെയല്ലേ കൂടെ ഉള്ളത്. ഒരുപാട് നന്ദി സാർ. സാറ് പറയണം, ഗോവിന്ദനോട് അന്വേഷണം പറയണേ. അയ്യോ, ഗോവിന്ദൻ്റെ കഥയൊന്നും പറയാത്തതാണ് നല്ലത്. ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളും കൂടെ പൂട്ടിയപ്പോൾ ഉണ്ടല്ലോ, ഗോവിന്ദൻ്റെ കൂടെ അങ്ങനെയുള്ള ആറാട്ടാണ്, അസൽ ആറാട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഈ അനുഭവം കൂടെ വന്നപ്പം ഗോപിക മോളുടെ അനുഭവം, അതാണ് കണ്ണൻ പ്രത്യേകം അങ്ങനെ പറയാൻ പറഞ്ഞായിട്ട് മനസ്സെന്ന് പറഞ്ഞു. എന്തായാലും അമ്മയ്ക്ക് സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. അമ്മമാർക്കല്ലെങ്കിലും സന്തോഷമാവും മക്കളുടെ പറ്റി പറയുമ്പോൾ. അതിൽ കൂടുതലായിട്ട് വേറെ എന്തൊക്കെയാണ് ഉള്ളതില്ലേ ഈ ലോകത്ത്. അപ്പം ഗോവിന്ദനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. മനോഹരമായ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആദ്യം പറഞ്ഞതുമാതിരി എൻ്റെ കയ്യിൽ നിന്ന് കുറേ അനുഭവങ്ങൾ മിസ്സായി പോയിട്ടുണ്ടേ. അപ്പം സുഖമല്ലേ എല്ലാവർക്കും? സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.